വെടിക്കെട്ട് ഒഴിവാക്കി ആചാരപരമായ ചടങ്ങുകളും കുടമാറ്റവുമായി തൃശൂർ പൂരം നടത്താൻ പാറമേക്കാവിന്റെ തീരുമാനം. മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യം അറിയിച്ചിട്ടുള്ളത്. യോഗ തീരുമാനം നാളെ നടക്കുന്ന ഉന്നതതല യോഗത്തിൽ ജില്ലാ ഭരണകൂടത്തെയും മന്ത്രിമാരെയും അറിയിക്കുമെന്ന് പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികളും അറിയിച്ചു. അവസാനത്തെ ഫെസ്റ്റിവൽ കമ്മിറ്റിയായിരുന്നു ഈ പൂരത്തിന് മുമ്പുള്ള പൊതുവികാരം എന്താണ്. 2006 വെടിക്കെട്ട് അപകടം പാറമേക്കാവിൻ്റെ പ്രൊമിസസിൽ നടന്നു. എന്നിട്ട് പോലും പൂരവും കുടമാറ്റവും എല്ലാം ഭംഗിയായിട്ട് നടന്നു. വെടിക്കെട്ട് മാത്രം 2 ദിവസം കഴിഞ്ഞിട്ടായിരുന്നു. ആ ഒരു സാഹചര്യം ഉണ്ടാവണം എന്നുള്ളൊരു പൊതുവികാരമാണ് ഇന്നത്തെ മീറ്റിങ്ങിൽ വന്നിട്ടുള്ളത്. തീരുമാനം എടുത്തത് ഇതാണ് യുനാനിമസ് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ. അതായത് ആചാരങ്ങൾ വേണം. 2006 ഇങ്ങനൊരു അപകടം പാറമേക്കാവ് പ്രൊമിസസിലുണ്ടായിട്ടും കുടമാറ്റവും മറ്റെല്ലാ കാര്യങ്ങളും നടന്നു. അപ്പോൾ ഇത് അറിയിക്കണം അധികാരികളെ എന്നുള്ളതാണ്. അതായത് ഇത് എന്താ പറയുക, ആചാരങ്ങൾ മുഴുവൻ ആസ് യൂഷ്വൽ നടത്തണമെന്നാണ് പൊതുവികാരം എന്ന് ഇവിടുത്തെ ഈ ഫെസ്റ്റിവൽ കമ്മിറ്റിയിൽ വന്നത്. ഇത് നാളത്തെ മീറ്റിംഗ് നമ്മൾ അറിയിക്കില്ല. അതിന് ഞങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. സാരംഗ് കൂടി ചേരുന്നുണ്ട്. സാരംഗ്, ഇപ്പോൾ വെടിക്കെട്ട് ഒഴിവാക്കി ആചാരപരമായ ചടങ്ങുകളും കുടമാറ്റവുമായി മാത്രം തൃശൂർ പൂരം നടത്താൻ പാറമേക്കാവ് തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് നാളെ നടക്കുന്ന യോഗത്തിൽ ഈ കാര്യം അറിയിക്കുമെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? അവന്തിക, ഇത് സംബന്ധിച്ച് അല്പം സമയം മുൻപ് പാറമേക്കാവിന്റെ ഒരു യോഗമുണ്ടായിരുന്നു. ആ യോഗത്തിൽ പാറമേക്കാവിന്റെ പാറമേക്കാവ് ദേവസ്വത്തിന്റെ എല്ലാ ഭാരവാഹികളും പങ്കെടുത്തുകൊണ്ടുള്ള ഒരു യോഗമാണ്. ഈ യോഗത്തിലാണ് പൊതുവെയുള്ള ഒരു അഭിപ്രായം, ഈ പൂരം നടത്തണം എന്നുള്ള ഒരു അഭിപ്രായം ഉയർന്നു വന്നത്. ആ അഭിപ്രായത്തിൽ തന്നെ അവർ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇതൊരു അന്തിമമായിട്ടുള്ള തീരുമാനമല്ല. നാളെ ഈ വിഷയം സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഉന്നതതല യോഗത്തിൽ അറിയിക്കും. അത് ജില്ലാ ഭരണകൂടത്തെയും അതോടൊപ്പം തന്നെ മന്ത്രിമാരെയും അറിയിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഒരു അന്തിമ തീരുമാനം. ഇന്ന് ഈ യോഗത്തിൽ നടന്ന പൊതുവായിട്ടുള്ളൊരു അഭിപ്രായം മാത്രമാണ് ഈ ഭരണസമിതി അംഗങ്ങൾ അതല്ലെങ്കിൽ ഈ പ്രതിനിധികൾ അറിയിച്ചിട്ടുള്ളത്. അതായത് ഈ വെടിക്കെട്ട് മാത്രം ഒഴിവാക്കിക്കൊണ്ട് ആചാരപരമായിട്ടുള്ള എല്ലാ ചടങ്ങുകളും അതോടൊപ്പം തന്നെ കുടമാറ്റവും നടത്താൻ തന്നെയാണ് ഈ അംഗങ്ങൾ ഈ യോഗത്തിൽ തീരുമാനമായിട്ടുള്ളത്. ഇത് കേവലം പാറമേക്കാവിന്റെ മാത്രം തീരുമാനങ്ങളാണ്. ഇന്ന് നടന്ന യോഗത്തിൽ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷമാണ് ഇതിന്റെ പ്രതിനിധികൾ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ച് നാളെയാണ് ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു തീരുമാനം അറിയാൻ കഴിയുക. നാളെ ജില്ലാ കളക്ടറേറ്റിൽ രാവിലെ 10:00 കൂടിയിട്ടാണ് മന്ത്രിമാരായിട്ടുള്ള VN വാസവൻ, അതോടൊപ്പം തന്നെ K രാജൻ, മന്ത്രി R ബിന്ദു അങ്ങനെ തുടങ്ങി നിരവധി മന്ത്രിമാർ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട ഒരു അടിയന്തര യോഗം നടക്കുന്നുണ്ട്. ഈ യോഗത്തിലാണ് കൃത്യമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടായിരിക്കുക. എന്തായാലും നമ്മൾ ഇന്ന് രാവിലെയൊക്കെ തന്നെയും മന്ത്രിമാരെ കണ്ടപ്പോൾ അവരും ഇക്കാര്യത്തിൽ സൂചിപ്പിച്ചത് ദേവസ്വം ബോർഡിന്റെ അഭിപ്രായം, അതായത് 2 ദേവസ്വം ബോർഡിന്റെയും അഭിപ്രായം വ്യക്തമായിട്ട് കേൾക്കും. അതിനുശേഷം മാത്രമേ സർക്കാർ ഉചിതമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുകയുള്ളൂ എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഇനി ഇത് സംബന്ധിച്ച് പൂരം ഒരു ഔപചാരികമായിട്ടുള്ള ചടങ്ങുകളിൽ മാത്രം ഒതുക്കണോ അല്ലെങ്കിൽ എല്ലാ കാലത്തെയും പോലെ തന്നെ ആഘോഷമാക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയും നമുക്ക് നാളെ അറിയാൻ കഴിയും. നാളെ രാവിലെ 10:00 കൂടിയിട്ടാണ് ജില്ലാ കളക്ടറേറ്റിൽ അടിയന്തരമായിട്ടുള്ള ഒരു യോഗം വെച്ചിട്ടുള്ളത്. അവന്തിക. ശരി, സാരംഗാണ് വിവരം നൽകിയത്. പാറമേക്കാവിന്റെ ഭാഗത്തു നിന്ന് ഒരു തീരുമാനം വന്നിരിക്കുകയാണ്. വെടിക്കെട്ട് ഒഴിവാക്കി ആചാരപരമായ രീതിയിൽ തൃശൂർ പൂരം നടത്താൻ അവർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് നാളെ നടക്കുന്ന ഉന്നതതല യോഗത്തിൽ അറിയിക്കുമെന്നാണ് പാറമേക്കാവ് ഭാരവാഹികൾ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. സാരംഗാണ് വിവരങ്ങൾ നൽകിയത്.